നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ വെനിസ്വേലയിലെ അമേരിക്കൻ ഇടപെടലിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. മഡൂറോയ്ക്ക് വേണ്ടി കരയുന്ന എത്ര ഇടതുപക്ഷ നേതാക്കളെയാണ് നമ്മൾ കണ്ടത്. വെനിസ്വേലയിലെ ജനങ്ങൾ മഡൂറോയെ പിടിച്ചുകൊണ്ടുപോയതിനെ ആഘോഷമാക്കി മാറ്റുമ്പോൾ ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി മാറുന്നത്. അതുപോലെ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കും അവിടുത്തെ കൊല്ലപ്പെടുന്ന ആളുകൾക്കും വേണ്ടി കരയുന്ന നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ തന്നെ ഇസ്രായേലിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച്, അത് ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബന്ദിയാക്കി കൊണ്ടുപോയി ഇഞ്ചിഞ്ചായി കൊന്ന ആളുകളെക്കുറിച്ചോ ഒരിക്കലും പ്രതികരിക്കാറില്ല. അതിന് ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ടക്കൊല, വംശഹത്യ എന്ന് വേണം പറയാൻ. ഈ കൂട്ടക്കൊലയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ പലരും നിരന്തരമായി തുടരുന്ന ഈ ഒരു നിശബ്ദത, ആർക്കും പ്രതികരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. മാത്രമല്ല, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾപ്പെട്ടവർ, അതായത് ബംഗ്ലാദേശ് ഒരു ഭൂരിപക്ഷ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് തന്നെ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും ഒക്കെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവരിൽ തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ചാണ് അവിടെ ഇപ്പോൾ ഈ അക്രമികൾ കൊന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 ദിവസത്തിനിടെ ഏതാണ്ട് 11ഓളം ഹിന്ദുക്കൾ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ പുറത്തു വന്ന കണക്കനുസരിച്ച് 24 മണിക്കൂറിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു മാധ്യമ പ്രവർത്തകനെ വരെ ഭീകരവാദികൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. മാത്രമല്ല, ഇവരുടെ കൊല്ലുന്ന രീതി അങ്ങേയറ്റം പൈശാചികമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ആളുകളെ ജീവനോടെ തീ കൊളുത്തുക, ക്രൂരമായി വെട്ടിക്കൊല്ലുക, അതുപോലെ തലക്കടിച്ച് കൊല്ലുക തുടങ്ങി വളരെ പ്രാകൃതമായ രീതിയിലുള്ള ശിക്ഷാ മുറകളാണ് ഇവർ ഈ അവിടെയുള്ള ഹിന്ദുക്കൾക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഒരു വ്യാപാരിയെ ഇവർ ഓടിച്ചിട്ട് അയാളെ ജീവനോടെ തീ കൊളുത്തുകയായിരുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയ അയാൾ ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് പോലും പുറകെ എത്തിയ അക്രമികൾ വീണ്ടും അയാളെ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ആക്രമണങ്ങൾ. ഒരു വ്യക്തിയെ പിടിച്ച് കെട്ടിയിട്ടതിന് ശേഷം ഒരു തോക്കിലെ വെടിയുണ്ടകൾ മുഴുവൻ തീരുന്നവരെ വെടിവെക്കുക തുടങ്ങിയിട്ടുള്ള അതിഭീകരമായ കൃത്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ നാട്ടിൽ ഒരു ചെറുവിരൽ പോലും ഈ സാംസ്കാരിക നായകരും ആരും തന്നെ ബംഗ്ലാദേശിലെ ഈ ദുരിതം അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് മിണ്ടിയിട്ടേയില്ല. നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ തന്നെ കരച്ചിലുമായി രംഗത്തിറങ്ങുന്ന, മെഴുകുതിരി കത്തിക്കുന്ന, അതുപോലെ തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്ന ആളുകളൊന്നും തന്നെ ബംഗ്ലാദേശിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ കണ്ണീര് കാണുന്നില്ല. അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ ഭയന്ന് പറച്ചാണ് അവിടെ ഇപ്പോൾ കഴിയുന്നത്. കാരണം ഏത് നിമിഷമാണെങ്കിലും തങ്ങൾ കൊല്ലപ്പെടാം എന്നാണ് പറയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്രമികൾ കൊന്ന പലരെയും പോലീസുകാരാണ് പിടിച്ചു കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് പോലീസുകാർ ഇവരെ പിടികൂടി ഈ അക്രമികളെ ഏൽപ്പിക്കുകയാണ്. പോലീസിൻ്റെ മുന്നിൽ വെച്ചാണ് ഇവർ കൂട്ടക്കൊല നടത്തുന്നത്. മനുഷ്യനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ മൃഗീയമായി കൊല്ലാൻ കഴിയുമോ അങ്ങനെയെല്ലാം ഉള്ള രീതികളിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. 1960കളുടെ അവസാനവും 70കളുടെ ആദ്യവും ബംഗ്ലാദേശ്, അതായത് അന്നത്തെ കിഴക്കൻ ബംഗാൾ, പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് അന്ന് പാക് സൈന്യം കൂട്ടക്കൊല ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഒടുവിൽ ഇന്ത്യൻ സൈന്യം അവരുടെ രക്ഷയ്ക്കെത്തേണ്ടി വന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 71-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് എന്നൊരു രാജ്യമുണ്ടായത്. ആ ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ ഇന്ത്യക്കാരാണെന്നുള്ള കാര്യം അവിടുത്തെ പലരും ഇപ്പോൾ ബോധപൂർവം മറക്കുകയാണെന്ന് ഭാവിക്കുകയോ ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരെയും അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരെയൊക്കെ സംബന്ധിച്ചും ബംഗ്ലാദേശ് നടക്കുന്ന ഒരു കാര്യങ്ങളും അവരറിയുന്നതായി ഭാവിക്കുന്നില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് അവർ പിന്തുടരുന്നത്. അപ്പോൾ ഇതിലെ ഇരട്ടത്താപ്പ്, ഇത് വെറും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള മതപ്രീണന നയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എന്ന് വേണം കരുതാൻ. കാരണം ഇന്ത്യയിലെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഹിന്ദു വർഗീയത ഇവിടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ള പേരിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും നിസ്സാര സംഭവം ഉണ്ടായാൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതൊക്കെ തന്നെ ഇവരുടെ രീതികളാണ്. വടക്കേന്ത്യയിലെ പോലെ നടക്കുന്ന അക്രമങ്ങൾ എന്നൊക്കെയാണ് കേരളത്തിൽ എന്തെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെക്കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നത് പോലും. പക്ഷേ നമ്മുടെ തൊട്ടയൽ രാജ്യത്ത്, നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ഒരു രാജ്യത്ത് ഇത്രയധികം ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും മറ്റു വലിയൊരു ശതമാനം പേർ പരിക്കേറ്റ് ആശുപത്രി കഴിയുകയും അവരുടെ കുടുംബാംഗങ്ങൾ ഭീഷണി കഴിയുകയും ചെയ്യുന്ന ഈ ഒരു സന്ദർഭത്തിൽ അത് കണ്ടില്ല എന്ന് ഭാവിക്കുന്നതാണ് ഇവരുടെ രീതി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബംഗ്ലാദേശിലെ കൂട്ടക്കൊലകളെ അപലപിക്കാനോ അതിൽ പ്രതിഷേധിക്കാനോ മെഴുകുതിരി കത്തിക്കാനോ പന്തം കൊളുത്തി പ്രകടനം നടത്താനോ പോയാൽ തങ്ങൾക്ക് വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടും എന്ന് ഭയന്ന് തന്നെയാണ് ഇവരെല്ലാവരും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും സെലക്റ്റീവ് പ്രതികരണം നടത്തുന്ന നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായികമാരും ഒക്കെ തന്നെ ബംഗ്ലാദേശിനെ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇവർ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത് തള്ളിയാലും ഇവർ കണ്ടില്ല എന്ന് തന്നെ നടിക്കും.
കാരണം ഇത് അവരുടെ രീതിയാണ്. അതിൽ നിന്ന് ഒരിക്കലും അവർക്ക് മോചനവുമില്ല.